ഉലകം ചുറ്റും വാലിബൻ എന്ന് നരേന്ദ്രമോദിയെ കളിയാക്കുന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുമ്മാ കാറ്റുകൊണ്ട് കാഴ്ച കാണാനല്ല അത്തരം യാത്രകൾ അദ്ദേഹം നടത്തുന്നത്. പണ്ട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ നെഞ്ചും പിരിച്ചു നിർത്താൻ പ്രാപ്തനാക്കാൻ തന്നെയാണ് അത്തരം യാത്രകൾ. ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ വളർച്ചയ്ക്ക് വ്യക്തിപരമായ നയതന്ത്രം വളരെ അത്യാവശ്യമാണ്. പ്രധാനമന്ത്രിയുടെ യാത്രകളുടെ ഫലമായി ഇന്ത്യയിലേക്ക് റെക്കോർഡ് തോതിലാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം എത്തിയത്. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾക്ക് അന്താരാഷ്ട്ര പങ്കാളിത്തം ഉറപ്പാക്കാനും സാങ്കേതിക വിദ്യകൾ രാജ്യത്തേക്ക് എത്തിക്കാനും ഈ യാത്രകൾ ഏറെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ യുദ്ധ സാഹചര്യങ്ങളിലും ആഗോള പ്രതിസന്ധികളിലും ഭാരതത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാൻ മോദിയുടെ യാത്രകളും ലോക നേതാക്കളുമായുള്ള ഗാഢ സൗഹൃദവും വലിയ പങ്ക് വഹിച്ചു. ഇന്നിപ്പോൾ സ്വീഡനുമായി ബഹിരാകാശ മേഖലയിൽ ഒന്നിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ഭാരതവും സ്വീഡനും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം ശക്തമാക്കുന്ന പുതിയ കരാറുകൾ 2026 മെയ് 17 നിലവിൽ വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീഡൻ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ നിർണായകമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ശുക്രഗ്രഹ ഗവേഷണ ദൗത്യമായ ശുക്രയാൻ പദ്ധതിയിൽ സ്വീഡൻ ഔദ്യോഗികമായി പങ്കാളിയാകുമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2028 മാർച്ചിൽ ISRO വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ദൗത്യത്തിലേക്ക് ആവശ്യമായ വെനൂഷ്യൻ ന്യൂട്രൽസ് അനലൈസർ എന്ന പ്രധാന ശാസ്ത്രീയ ഉപകരണം സ്വീഡിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ഫിസിക്സ് ആണ് നിർമ്മിച്ചു നൽകുന്നത്. സൂര്യനിൽ നിന്നുള്ള ചാർജ് ചെയ്ത കണങ്ങളും ശുക്രന്റെ അന്തരീക്ഷവും തമ്മിലുള്ള സമ്പർക്കത്തെക്കുറിച്ച് പഠിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഭൂമിയോട് സാമ്യമുള്ള ശുക്രൻ എങ്ങനെയാണ് കടുത്ത ചൂടുള്ള ഒരു ഗ്രഹമായി മാറിയത് എന്ന് കണ്ടെത്താൻ ഇത് ശാസ്ത്രജ്ഞരെ സഹായിക്കും. ബഹിരാകാശ ഗവേഷണത്തിന് പുറമെ ഭൂമിശാസ്ത്രപരമായ വിവരശേഖരണത്തിനും സാറ്റലൈറ്റ് മാപ്പിങ്ങിനും ആവശ്യമായ ജിയോസ്പേഷ്യൽ സാങ്കേതിക വിദ്യകൾ ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കും. സ്വീഡനിലെ പ്രശസ്തമായ എസ്റേഞ്ച് സ്പേസ് സെന്ററിന്റെ സൗകര്യങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ ശേഷിയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള സഹകരണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വൻ വിജയത്തിന് ശേഷം ISROയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യത വർദ്ധിച്ചതിന്റെ തെളിവാണ് സ്വീഡനുമായുള്ള ഈ പുതിയ കരാർ. കുറഞ്ഞ ചെലവിൽ കൃത്യതയോടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പ്രത്യേകം പ്രശംസിക്കുകയുണ്ടായി. 1236 കോടി രൂപ ബജറ്റിൽ ഇന്ത്യ നടപ്പിലാക്കുന്ന ശുക്രയാൻ ദൗത്യം LVM-3 റോക്കറ്റ് ഉപയോഗിച്ചാകും വിക്ഷേപിക്കുക. സ്വീഡൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പങ്കാളികളുടെ സാന്നിധ്യം ഈ ദൗത്യത്തിന്റെ ശാസ്ത്രീയ വിജയത്തിന് വലിയ കരുത്താകും. ഇന്ത്യയും സ്വീഡനും തമ്മിൽ ദീർഘകാലത്തെ ഊഷ്മളവും സൗഹൃദപരവുമായ ബന്ധമാണ് നിലവിലുള്ളത്. ജനാധിപത്യം, നിയമവാഴ്ച, സ്വാതന്ത്ര്യം തുടങ്ങിയ പൊതുവായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട്. ചരിത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഈ ബന്ധത്തിന്റെ പ്രധാന വശങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ 1948 ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. 1950കളിലും 60കളിലും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും സ്വീഡിഷ് പ്രധാനമന്ത്രി താഗെ എർലാൻഡറുടെയും നേതൃത്വത്തിൽ ഈ ബന്ധം കൂടുതൽ ശക്തമായി. ലോക സമാധാനത്തിനും ചേരിചേരാ നയങ്ങൾക്കും ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിലകൊണ്ടു. പിന്നീട് 1980കളിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആയുധ നിയന്ത്രണ ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും ആഗോളതലത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നു. സമീപകാലത്ത് 2018 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡൻ സന്ദർശിച്ചതും ഇരു രാജ്യങ്ങളും തമ്മിൽ ജോയിന്റ് ആക്ഷൻ പ്ലാൻ, ഇന്നൊവേഷൻ പാർട്ട്ണർഷിപ്പ് എന്നിവയിൽ ഒപ്പുവെച്ചതും ബന്ധത്തിൽ വലിയ നാഴികക്കല്ലായിരുന്നു. സാമ്പത്തിക വ്യാപാര മേഖലകളിൽ സ്വീഡൻ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയാണ്. ഇന്ത്യയിൽ ഒരു വലിയ തോതിൽ നിക്ഷേപം നടത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ. എറിക്സൺ, വോൾവോ, അബ്ബ, ഐക്കിയ തുടങ്ങിയ പ്രമുഖ സ്വീഡിഷ് കമ്പനികൾ ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ സജീവമായി പ്രവർത്തിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. തിരിച്ച് ഇന്ത്യൻ IT കമ്പനികളായ TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയവ സ്വീഡനിലും വലിയ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിൽ എത്തി നിൽക്കുന്നു. സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, പ്രതിരോധം എന്നീ മേഖലകളിലും ശക്തമായ സഹകരണവുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും ഹരിത ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇരു രാജ്യങ്ങളും സംയുക്തമായി ലീഡർഷിപ്പ് ഗ്രൂപ്പ് ഫോർ ഇൻഡസ്ട്രി ട്രാൻസിഷൻ എന്ന ആഗോള കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് സാബ് പോലുള്ള സ്വീഡിഷ് കമ്പനികൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും കൈമാറുന്നതിൽ പങ്കാളികളാണ്. കൂടാതെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഗവേഷണങ്ങൾക്കായി ഇരു രാജ്യങ്ങളിലെയും സർവകലാശാലകളും സ്ഥാപനങ്ങളും തമ്മിൽ നിരവധി കരാറുകൾ നിലവിലുണ്ട്.
ചുരുക്കത്തിൽ രാഷ്ട്രീയമായ പരസ്പര വിശ്വാസത്തിലും സാമ്പത്തികമായ പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായ ഭാരത് സ്വീഡൻ ബന്ധം പുതിയ കാലത്തെ സാങ്കേതിക വെല്ലുവിളികളെ നേരിടാൻ തക്കവണ്ണം ഇന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ അസൂയാവഹമായ വളർച്ചയാണ് നിലവിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയും വരും വർഷങ്ങളിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന അതിപ്രധാനമായ പല ദൗത്യങ്ങൾക്കുമാണ് തുടക്കം കുറിക്കാൻ തയ്യാറെടുക്കുന്നത്. ചന്ദ്രയാൻ 3യുടെ വൻ വിജയത്തിന് ശേഷം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് വലിയ കുതിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ കന്നി മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാൻ തന്നെയാണ്. ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട പരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് മനുഷ്യന് പകരമായി അയക്കുന്ന വ്യോമമിത്ര എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പരീക്ഷണ പറക്കലുകളും പൂർത്തിയായി കഴിഞ്ഞു. താമസിയാതെ തന്നെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഇന്ത്യൻ പേടകത്തിൽ നമ്മുടെ സ്വന്തം ഗഗനചാരികൾ ബഹിരാകാശത്തേക്ക് കുതിക്കും. മറ്റൊരു തന്ത്രപ്രധാനമായ ദൗത്യം ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമായി ചേർന്ന് നടത്തുന്ന ലുപ്പെക്സ് അഥവാ ചന്ദ്രയാൻ 4 ദൗത്യമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി അവിടുത്തെ ജലത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും മഞ്ഞിനെ കുറിച്ചും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറക്കഷ്ണങ്ങളും ശേഖരിച്ച് തിരികെ ഭൂമിയിൽ എത്തിക്കുന്നതിനുള്ള സാമ്പിൾ റിട്ടേൺ ദൗത്യങ്ങൾക്കും ISRO രൂപം നൽകിയിട്ടുണ്ട്. ഭൂമിക്ക് പുറമെയുള്ള ഗ്രഹങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പഠനങ്ങളിൽ അടുത്തത് ശുക്രനാണ്. ശുക്രയാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യത്തിലൂടെ ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും ഉപരിതല ഘടനയെക്കുറിച്ചും പഠിക്കാൻ ISRO പേടകമയക്കും. കൂടാതെ ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള മംഗൾയാൻ 2 ദൗത്യത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ പ്രതിരോധ ഭൂമിശാസ്ത്ര പഠനങ്ങൾക്ക് വലിയ കരുത്താകുന്ന നാസ ISRO സംയുക്ത ദൗത്യമായ നിസാർ സാറ്റലൈറ്റും വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനമാണ് ഇതിലുള്ളത്. ഒപ്പം സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കും 2040ഓടെ ചന്ദ്രനിൽ ഇന്ത്യൻ പൗരനെ ഇറക്കുക എന്ന സ്വപ്നത്തിലേക്കും ഇന്ത്യ അതിവേഗം ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിയുടെ ഓരോ വിദേശ യാത്രയ്ക്ക് പിന്നിലും കൃത്യമായ സാമ്പത്തിക പ്രതിരോധ ലക്ഷ്യങ്ങളുണ്ട്. വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുക, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുക, രാജ്യത്തെ സാങ്കേതിക രംഗം കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നിവയായിരുന്നു പല യാത്രകളുടെയും ഉള്ളടക്കം. മുൻകാലങ്ങളിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഉപഭോക്താവ് മാത്രമായിരുന്ന ഇന്ത്യയെ ഇന്ന് ഒരു പങ്കാളിയായി മാറ്റാൻ ഈ സന്ദർശനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക, UAE, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി രൂപപ്പെടുത്തിയ തന്ത്രപ്രധാനമായ പങ്കാളിത്തം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കി. പ്രതിരോധ രംഗത്താണ് ഈ യാത്രകൾ ഉണ്ടാക്കിയ മാറ്റം ഏറ്റവും പ്രകടം. അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാൻ ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത് ഇത്തരം നയതന്ത്ര നീക്കങ്ങളിലൂടെ തന്നെയാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരും തുനിയാത്ത വിധം ശക്തമായ ഒരു പ്രതിരോധ വലയം തീർക്കാൻ മോദിയുടെ ആഗോള സൗഹൃദങ്ങൾക്ക് സാധിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധകാലത്തും മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലും ഇന്ത്യ എടുത്ത നിഷ്പക്ഷവും ശക്തവുമായ നിലപാടുകളെ ലോകം ബഹുമാനത്തോടെ നോക്കിക്കണ്ടത് ഈ യാത്രകൾ വഴി സ്ഥാപിച്ചെടുത്ത നയതന്ത്ര സ്വാധീനം കൊണ്ടാണ്. ശതകോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക രംഗത്തും ആഗോള ശക്തിയായി കുതിച്ചുയരുന്ന ഭാരതത്തിന്റെ ഈ പ്രയാണം ഓരോ ഇന്ത്യക്കാരനിലും ആവേശവും അഭിമാനവും നിറയ്ക്കുന്നതാണ്. പ്രതിസന്ധികളെ പ്രതിരോധങ്ങളാക്കിയും വെല്ലുവിളികളെ വിജയഗാഥകളാക്കിയും മുന്നേറുന്ന വികസിത ഭാരതത്തിന്റെ ഈ ജൈത്രയാത്ര ലോക ചരിത്രത്തിൽ പുതിയ സുവർണ അധ്യായങ്ങൾ എഴുതി ചേർക്കുമെന്നതിൽ തർക്കമില്ല. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.